അസ്സലാമു അലൈക്കും. ആയുസ്സിൽ ഒരു തവണയെങ്കിലും ഹജ്ജും കർമ്മവും ഉംറയും നിർവഹിക്കുവാൻ കഴിയുക എന്നത് ഏതൊരു മുസ്ലിമിൻ്റെയും സ്വപ്നമാണ്. ഇസ്ലാമിലെ 5-ാമത്തെ ഫർളാണ് ഹജ്ജ്. അത് ചെയ്യുമ്പോഴാണ് ഒരാൾ പൂർണ്ണ മുസ്ലിം ആകുന്നത്. അള്ളാഹുവിൻ്റെ പ്രത്യേക തൗഫീഖില്ലാതെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. വർഷങ്ങളായി സൗദി അറേബ്യയിൽ കഴിഞ്ഞുകൂടിയിട്ടും പലതവണ ജിദ്ദ വരെ പോയി വന്നിട്ടും എന്തിന് അറഫയിലും മീനായിലും ഹജ്ജ് ദിവസങ്ങളിൽ കഴിഞ്ഞു കൂടിയിട്ട് പോലും ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത അനേകം ആളുകളെ നമുക്കൊക്കെ അറിയാം. ഹജ്ജ് ചെയ്യാനും പരിശുദ്ധ കൗബ തവഫ് ചെയ്യാനും മുത്ത് റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യുവാനും അതിയായി കൊതിക്കുക. അതിനായി നിരന്തരം നിങ്ങൾ ദുആ ചെയ്യുക. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ മുടങ്ങാതെ അനുഷ്ഠിക്കുകയും ചെയ്യുക. വളരെ പെട്ടെന്ന് അള്ളാഹു ഹജ്ജും ഉംറയും എളുപ്പമാക്കി തരും ഇൻഷാ അല്ലാഹ്. അനേകം പേർക്ക് അനുഭവമുള്ള കാര്യമാണിത്. അതുകൊണ്ട് ഈ താഴെ കൊടുക്കുന്നവർ ആയത്തുകൾ നിങ്ങൾ ഓതുക. ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി തരട്ടെ. ആമീൻ. 1 സൂറത്തുൽ അൻആമിലെ ആദ്യത്തെ 3 ആയത്തുകൾ താഴെ കൊടുക്കുന്നുണ്ട്. 2-ാമത്തെ സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ. 3 താജ് സ്വലാത്ത്. ഇത് രാവിലെയും വൈകിട്ടും ഇത് 3ഉം ഓരോ തവണ ഓതി ദുആ ചെയ്യുക. ഇനി കൂടാതെ വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം ജുമാക്ക് മുമ്പായി സലാത്തു താജ് 40 വട്ടം ഓതി റബ്ബിനോട് ഹൃദയം നൊന്ത് ദുആ ചെയ്താൽ പുണ്യഹർമ്മങ്ങളിലെത്താനുള്ള സൗഭാഗ്യം പെട്ടെന്ന് തന്നെ കൈവരുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഹജ്ജും ഉംറയൊക്കെ ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ആരും ഇത് കൈവിട്ട് കളയരുത്. ഇത് ചെയ്താൽ അത് എളുപ്പം സാധിക്കും. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾക്ക് കൈവരിച്ചിട്ടുള്ളൊരു കാര്യമാണ്.